അപ്പോൾ ആ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ ഞാൻ വിചാരിച്ചു എന്ത് വന്നാലും തിരക്കറില്ല, ഇത് നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ അത് വന്ന് ഇവിടെ പറയുമ്പോൾ എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു. കേരളത്തിൽ എവിടെയും ഇല്ലാത്ത ഒരു കോഴ്സ് ഒരിത് പഠിച്ചു വന്നിട്ട് പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് ആളെ കിട്ടാമെന്നായിരുന്നു എല്ലാവരും ചോദിച്ചിരുന്നത്. ന്യൂറോളജി സെലക്ട് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ MD ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ MG സഹദേവൻ എന്ന് പറഞ്ഞൊരു റിട്ടയേർഡ് പ്രൊഫസറുണ്ട്. പ്രൊഫസർ എമറിറ്റസ് ആയിരുന്നു, നമ്മൾ പിന്നെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം വരുന്നത്. അപ്പോൾ പുള്ളി ഒരു ന്യൂറോളജിസ്റ്റാണ്, ബ്രിട്ടീഷ് ട്രെയിൻഡ് ന്യൂറോളജിസ്റ്റാണ്. ഞങ്ങളെ ബാച്ചിൽ നിന്ന് തന്നെ പിന്നെ MD മെഡിസിൻ കഴിഞ്ഞ് ഒരുവിധ ആൾക്കാരൊക്കെ എടുത്തിരിക്കുന്നത് ന്യൂറോളജിയാണ്. കാരണം സാറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വളരെ അധികമായിരുന്നു അതിലുണ്ടായിരുന്നത്. ശരിക്കും ന്യൂറോളജി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇൻ്റർവെൻഷൻ ന്യൂറോളജിനെ പറ്റി അറിയില്ല. അന്ന് ഇന്ത്യയിലാകെ വളരെ 1-2 സെൻറ്ററിലേ ഉള്ളൂ. അപ്പോൾ 2006 ഞാനൊരു പിന്നെ കോൺഫറൻസ്, ന്യൂറോളജി കോൺഫറൻസ് പിന്നെ പങ്കെടുക്കാൻ വേണ്ടി ജയ്പൂർ പോയിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഷാക്കിർ ഹുസൈൻ സാറിൻ്റെ ഒരു ക്ലാസ് കേൾക്കുന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതുവരെ എനിക്കിങ്ങനെ തിയറിയൊക്കെ അറിയാം, അങ്ങനെ ഇൻ്റർവെൻഷൻ ന്യൂറോളജി ഉണ്ട്, അമേരിക്കയിലൊക്കെ ചെയ്യുന്നുണ്ട്, അതെങ്ങനെ ഇന്ത്യയിലുണ്ടെന്നും ഇങ്ങനെ ഇത്രയും പിന്നെ ഇന്ത്യയിൽ തന്നെ ഇതൊരു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊന്നും അറിയണ്ടായിരുന്നില്ല. ആസ് ഓഫ് നൗ ഇപ്പോൾ ബോംബെയിലൊക്കെ ഒരുപാട് വലിയ വലിയ ഹോസ്പിറ്റലുണ്ട്. എന്നിരുന്നാലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻ്റർവെൻഷണൽ വർക്ക് നടക്കുന്നത് ഇപ്പം മലബാർ ഏരിയയിലാണുള്ളത്.